വിജിൻ ഇടയ്ക്ക് സനിസയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. സനിസ നമ്മുടെ കാലാവസ്ഥ തീരുമാനിക്കുന്ന, സംസ്ഥാനത്തിന്റെ കാലാവസ്ഥ തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രതിനിധികളിൽ ഒരാൾ കൂടിയാണ്. എല്ലാ ദിവസവും നമുക്ക് രാവിലെ തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ഒക്കെ പങ്കുവെക്കാറുള്ളത്. ആ നിലയ്ക്ക് പ്രേക്ഷകർക്ക് സനിസയുടെ മുഖം കൃത്യമായി അറിയാം. നമ്മളിപ്പോൾ ഇന്ന് ഈ ഉത്രടപ്പാച്ചിൽ ഏറ്റവും മനോഹരമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാലാവസ്ഥയോട് വലിയ നന്ദി പറയണം. കാരണം ഇന്ന് രാവിലെ മുതൽ മഴ കൃത്യമായി മാറി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മുത്തടപ്പാച്ചിലിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ച എന്ന് പറഞ്ഞാൽ തെരുവ് കച്ചവടമാണല്ലോ. തെരുവ് കച്ചവടമൊക്കെ നന്നായി നടക്കണമെന്നുണ്ടെങ്കിൽ മഴ മാറി നിൽക്കുക തന്നെ വേണം. അപ്പോൾ മഴ മാറി നിൽക്കുന്നത് സനിസ ഈ ഓണത്തിന്, തിരുവോണത്തിൻ്റെ ഒരു കളറ് ഏതെല്ലാം രീതിയിൽ കൂട്ടുന്നുണ്ട്? ഇനിയിപ്പോൾ നാളത്തേക്കുള്ള പുതിയ മുന്നറിയിപ്പുകളൊക്കെ വരാനായിട്ടുണ്ടോ സനിസ? സനിസയ്ക്ക് തന്നെ കൈമാറാം. സനിസ അക്കാര്യത്തെ പറ്റി കൂടുതൽ വിവരിക്കും. ഓക്കെ. സൈഫുദ്ദീൻ, 4 ജില്ലകളിലാണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഉള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുള്ളത്. ഈ മഴയ്ക്കൊപ്പം കാറ്റിനും സാധ്യതയുണ്ട്. ഓണമൊക്കെയാണ്, എല്ലാവരും ആഘോഷ തിമിർപ്പിലാണ്. പക്ഷേ മഴയാണ്, ജാഗ്രത നമ്മൾ കൈവിടരുത്, ജാഗ്രത പാലിക്കണം. ഇത്തരത്തിൽ കാറ്റും മഴയും ഒക്കെ ശക്തമായ ഒരു സാഹചര്യത്തിൽ തിരമാല, ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും ഒക്കെ സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കണം. എന്നാൽ ഓണം കെങ്കേമമായി തന്നെ ആഘോഷിക്കണം. ഇതാണ് ഇന്നത്തെ ഒരു ജാഗ്രതാ മുന്നറിയിപ്പിൽ എനിക്ക് പറയാനുള്ളത്. സൈഫുദ്ദീൻ. ഓക്കെ. വിജിൻ ആളുകളോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായും മഴ പൂർണ്ണമായി മാറി നിൽക്കട്ടെ, ഇന്നത്തേതുപോലെ തന്നെ നാളെയും. എന്നാൽ തിരുവോണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണല്ലോ ഇത്രയും ദിവസം. അപ്പോൾ തിരുവോണം പൂർണ്ണമായി മഴയിൽ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ആഘോഷത്തെ കാര്യമായി ബാധിക്കും. അപ്പോൾ തിരുവോണ ദിവസവും മഴ മാറി നിൽക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. വിജിൻ നേരത്തെ ആളുകളോടൊക്കെ ചോദിക്കുന്നുണ്ട് വിലക്കുറവ് കാര്യമായി, വില എങ്ങനെയുണ്ട് വസ്തുക്കൾക്ക് എന്നുള്ളത്. അപ്പോൾ പച്ചക്കറികൾക്കും മറ്റു അവശ്യ വസ്തുക്കൾക്കൊന്നും കാര്യമായൊരു വില വർധന ഇക്കുറി ഇല്ല. അത് ശ്രദ്ധേയമായൊരു സംഗതിയാണ്. പൂക്കൾക്കും വസ്ത്രവിപണിയിലും കാര്യമായ വിലക്കയറ്റമുണ്ടോ എന്ന് മാത്രമേ ഇനി അന്വേഷിക്കേണ്ടതുള്ളൂ. അപ്പോൾ ആളുകൾക്ക് ഇത്തവണ ഓണം ആഘോഷിക്കാൻ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ടോ വിപണിയിൽ ഇറങ്ങുമ്പോൾ? നിലവിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഒപ്പം തന്നെ ഇന്ന് രാവിലെയൊക്കെ സനിസ ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ അത്തരത്തിലൊരു വലിയ ബുദ്ധിമുട്ട് എന്തായാലും ഇത്തവണയില്ല. പച്ചക്കറിക്കൊക്കെ വില കുറവാണ് എന്നുള്ളതാണ് ഇവിടെ വാങ്ങാൻ വന്ന ആളുകളൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സാധാരണഗതിയിൽ ഈ ഓണത്തോട് അനുബന്ധിച്ച് വില കുറയാറുണ്ട്. അതിൽ പരിഭവമുള്ള ആളുകൾ എന്ന് പറയുന്നത് അത് ഈ കച്ചവടക്കാരാണ്. കാരണം നേരത്തെ തന്നെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ച ആളുകളാണ്. അത് പെട്ടെന്ന് ഓണത്തോടനുബന്ധിച്ച് ഒരു സർക്കാരിൻ്റെ ഇടപെടൽ ഒക്കെ ഉണ്ട്. അങ്ങനെ വിപണി ഇടപെടലിൻ്റെ ഒക്കെ ഭാഗമായി ഈ സാധനങ്ങൾക്ക് വില കുറയുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ചെയ്ത് വെച്ച ആളുകൾക്കൊക്കെ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഓണം എനിക്ക് തോന്നുന്നു വലിയ തരത്തിലുള്ളൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കൊന്നും കടക്കാതെ വളരെ ആഘോഷപൂർവ്വം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ എന്തായാലും ഉള്ളത്. ഈ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇല വിൽക്കുന്ന കടയാണ്. നമുക്ക് ഏറ്റവും പ്രധാനം ഈ സദ്യയുമായി ബന്ധപ്പെട്ട ഇലയാണല്ലോ. അങ്ങനെ ഒരു ചേട്ടൻ ഇവിടെ ഒരു വിൽക്കാനായി നിൽക്കുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇലയുടെ കച്ചവടമൊക്കെ? ആളുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. കുറെ ആളുകൾ ഇനിയും വരും എന്ന് പ്രതീക്ഷിക്കുകയാണല്ലേ? ഇതൊക്കെ തീരും, നാളെ രാവിലെ ആളുകൾക്ക് എത്തുമോ? കിട്ടത്തില്ല. ഇന്ന് വൈകുന്നേരത്തോടെ നാളെ തിരുവോണല്ലേ, അവധിയാണ്. നിങ്ങളും കച്ചവടം അവസാനിക്കും. എങ്ങനെയാ ചേട്ടന്റെ ഓണാഘോഷം? എന്റെ ഓണാഘോഷം ഇങ്ങനെ അങ്ങനെ എത്ര ഇവിടുന്ന് കിട്ടുന്ന വരുമാനമൊക്കെ കൊണ്ട് വീട്ടിലെത്തി സദ്യയൊക്കെ ഉണ്ടാക്കണം. സാധനങ്ങളൊക്കെ വാങ്ങിച്ചാ? എല്ലാം വാങ്ങിച്ചു. ഇന്നലെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭാര്യ, മക്കള്, അമ്മ, അച്ഛൻ. ഓണപ്പുടവൊക്കെ എടുത്തോ? എടുത്തു. എല്ലാം സെറ്റാണ്. എല്ലാം സെറ്റാണ്. എങ്ങനെയുണ്ട് ഈ വില പച്ചക്കറിക്കും? പച്ചക്കറിക്കെല്ലാം ഭയങ്കര വിലയാണ്. പച്ചക്കറിക്ക് എണ്ണയ്ക്കാണ് ഭയങ്കര വില. പിന്നെ പൂനും ഭയങ്കര വിലയാണ്. സർക്കാർ ഇടപെടുന്നൊക്കെ പറഞ്ഞു, അതൊന്നും നടന്നില്ല. സർക്കാർ ഇടപെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാത്ത കേസുള്ളൂ. അവർ ഇലക്ഷൻ വരുമ്പോഴത്തേ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അത്രേ ഉള്ളൂ. ഹാപ്പി ആണോ? വിലയൊക്കെ പെട്ടെന്ന് വിറ്റുപോട്ടെ. സൈഫുദ്ദീൻ, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കച്ചവടം പൊടിപൊടിക്കുന്നത്. ഇലക്കച്ചവടം, ഒപ്പം തന്നെ ചെറിയ പൂക്കച്ചവടം, മറ്റ് സാധനങ്ങൾ കൂടിയുണ്ട്. ഈ വസ്ത്ര വിപണിയൊക്കെ വളരെ സജീവമായിട്ടുള്ള. എന്തൊക്കെ സാധനം വാങ്ങിച്ചു? എല്ലാം വാങ്ങിച്ച് റെഡിയായോ? എല്ലാം വാങ്ങിച്ചു. പൂ വാങ്ങിച്ച് അത്ത ഇടാൻ വേണ്ടി, പിന്നെ അരപ്പ ഇടാനുള്ള സാധനങ്ങൾ, പിന്നെ മലക്കറി, ബാക്കിയെല്ലാം അവിടെ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഈ വിലക്കയറ്റം? ഉണ്ട്. അല്ല, വില ഇപ്പം ആദ്യത്തെ കഴിഞ്ഞ വർഷത്തെക്കാരും വില കുറവുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ നല്ല വിലയായിരുന്നു. എണ്ണക്കൊക്കെ ഇപ്പോൾ കുറഞ്ഞോ? എണ്ണയ്ക്ക് നമ്മൾ സപ്ലൈക്ക് വന്ന എടുത്തപ്പോൾ അവിടെയൊക്കെ വില കുറവുണ്ട്.
സെഫിദിൻ, അതാണ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ്, പലതരത്തിലുള്ള അഭിപ്രായമുണ്ട്. മറ്റേ ചേട്ടൻ പറഞ്ഞത് കുറച്ച് പച്ചക്കറിക്കൊക്കെ വില കൂടുതലാണ്, പക്ഷേ ചില സാധനങ്ങൾക്കൊക്കെ വില കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. മറ്റു ചിലർ പറയുന്നു വില കുറഞ്ഞിട്ടുണ്ട്. സപ്ലൈകോയിൽ ഈ പറയുന്ന ഓയിലിന്, അതായത് വെളിച്ചെണ്ണയ്ക്കൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ 400 കടന്നൊക്കെ പോയത് നമ്മളൊക്കെ വാർത്ത നൽകിയതാണ്. അതിനുശേഷം ഇടപെടും എന്നൊക്കെ സർക്കാരും ഒപ്പം തന്നെ ഭക്ഷ്യമന്ത്രി GR അനിലൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ വില കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, തിരുവനന്തപുരത്തൊക്കെ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ ഓണം പൂക്കളം നിർമ്മിക്കുമ്പോൾ ഉള്ള സാധനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കച്ചവടമൊക്കെ നടക്കുന്നതാണ്. ചേച്ചി, എങ്ങനെയുണ്ട് ഇതിനൊക്കെ ആളുകൾ? പിന്നെ ഓണത്തപ്പം എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ മെയിനായിട്ടുള്ള സാധനമല്ലേ. മാവേലിയ എന്ന് പറയുന്നത് 3 തൃക്കാക്കരപ്പൻ, വാമനൻ, മഹാബലി എന്നാണ് സങ്കല്പമാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. അപ്പോൾ നമ്മൾ ബ്രഹ്മാവിനെ നടുക്ക് വയ്ക്കുക, മഹാദേവനെ ഗണപതിക്ക് വയ്ക്കുക, മഹാവിഷ്ണുവിനെ വാമന സങ്കല്പത്തിലെ ശ്രീകൃഷ്ണൻ്റെ അവതാരമല്ലേ, അതിനെ വീടിന് നടപ്പടിയിൽ വയ്ക്കണം. അതാണ് 3. ആളുകളൊക്കെ എത്തി വാങ്ങിച്ചു കൊണ്ടുപോകും. തീർച്ചയായിട്ടും ഇവിടെ തിരുവനന്തപുരത്ത് വരുന്നത് 5 വർഷം കൊണ്ടാണ് ഇങ്ങനൊരു ഇത് വരുന്നത്. ഇതിനു മുമ്പ് ഞങ്ങളൊന്നും വിറ്റിട്ടില്ല. 5 വർഷത്തിന് ശേഷം വലിയ ആഘോഷമാണ്. വലിയ ആഘോഷം. ഈ സാധനം വെക്കാൻ വേണ്ടി ഇപ്പൊ ഇന്ന് നൈറ്റ് തീരും. ഞങ്ങൾക്ക് ഒത്തിരി കഴിഞ്ഞു, കച്ചവടം കഴിഞ്ഞായിരുന്നു. എന്തായാലും ഈ സാധനങ്ങൾക്കൊപ്പം സൈഫുദ്ദീൻ ഓണത്തപ്പനൊക്കെ ഉണ്ട്. ഓണത്തപ്പൻ്റെ പല ഐതിഹ്യങ്ങളുണ്ട്. അതിന് പൂർണ്ണമായി എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, കാരണം എന്താണ് ഇതിൻ്റെ പിറകിലുള്ള ഐതിഹ്യം. നമ്മൾ ഓണം ഇങ്ങനെ ആഘോഷിച്ച് പോവുകയാണ്. അത് ആ ഒരു മതസൗഹാർദ്ദത്തിൻ്റെയും ഇപ്പോൾ കൂട്ടുകാരുടെ ഒക്കെ കൂടെയും ഒക്കെ ആഘോഷിക്കുകയാണ്. നല്ല വസ്ത്രങ്ങളിട്ട് പൂക്കളം തീർത്തൊക്കെ ആഘോഷിക്കുകയാണ്. അതിനൊപ്പം ഈ പല ഐതിഹ്യങ്ങളുണ്ട്. വെറും വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നുള്ള ഐതിഹ്യം മാത്രമല്ല, അതിനപ്പുറം എന്തൊക്കെയോ ഐതിഹ്യങ്ങളുണ്ട്. അത് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ല. എന്തായാലും എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടം? കച്ചവടം പൊളിക്കുക തന്നെ, കുഴപ്പമില്ല. രാത്രി കൊണ്ട് പൂക്കളൊക്കെ തീരും? തീരും ഉറപ്പാണ്. എങ്ങനെയുണ്ട് ഈ കുറെ കാലത്തിന് ശേഷം വലിയ ആഘോഷമാണ്? അത്രയല്ല, കഴിഞ്ഞ വർഷം അത്ര ആഘോഷം ഈ പ്രാവശ്യം ഇല്ലെന്നാണ് തോന്നുന്നത്. പൊടി പിടിക്കും. സൈഫുദ്ദീൻ, ഇങ്ങനെയാണ് എല്ലാവർക്കും എന്തായാലും വലിയ ആഘോഷത്തെ പറ്റിയുള്ള വലിയ അഭിപ്രായം തന്നെയാണ്. ഇനി അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നമ്മുടെ ചാല മാർക്കറ്റ് എന്ന് പറയുന്നത്. അങ്ങോളം എത്തണമെങ്കിൽ സമയമെടുക്കും. അവിടെ കുറച്ചുകൂടി അങ്ങോട്ട് പോകേണ്ടതില്ല, നമുക്ക് മറ്റിടങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വിജിൻ, ചാല മാർക്കറ്റ് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അതിൻ്റെ ഒരു അറ്റത്തെ വിശേഷങ്ങൾ മാത്രമേ നിലവിൽ വിജിനും ഒപ്പം നമ്മുടെ സനിസയും എടുത്തിട്ടുള്ളൂ. നമുക്കിനി